നമസ്കാരം, എല്ലാവർക്കും മീനൂസ് ടേസ്റ്റി കിച്ചൺ ആൻഡ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല വറുത്തരച്ച നാടൻ ചിക്കൻ കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വറുത്തരച്ച നാടൻ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമേ നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ട അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതിന് വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുത്ത് വേണം നമ്മൾ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണ് പെരുംജീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് പട്ട, അതുപോലെ 2-3 ഗ്രാമ്പൂ, 3-4 ഏലക്ക, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3-4 കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വറക്കുമ്പോൾ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ഞാനിപ്പോൾ മുളക് പൊടി എടുത്തിരിക്കുന്നത് കാശ്മീർ ചില്ലി പൗഡറാണ്. ആവശ്യത്തിനുള്ള എരിവുണ്ട്, അത് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ആറുന്നതിന് ശേഷം നമുക്ക് മിക്സർ ജാറിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് ഞാൻ കണ്ടില്ലേ, പേസ്റ്റ് രൂപത്തിലാക്കി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ച് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുകെ ഒന്ന് ഇളക്കി കൊടുക്കുക. കടുക് ഒട്ടിക്കാൻ ഓർത്തില്ലേ, ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങക്കൊത്ത് വേണം സ്റ്റെപ്പ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. കാരണം തേങ്ങ അരച്ച കറിയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ എനിക്ക് എന്തോ ഇങ്ങനെ ചിക്കൻ കറിക്ക് അതൊക്കെ തേങ്ങക്കൊത്ത് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ തേങ്ങക്കൊത്ത് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇത് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്തെടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് നടുവേ കീറി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. നമ്മുടെ സവാള ഇഞ്ചി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി, ഒരു ബിഗ് സൈസ് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 850 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ പീസസും കൂടെ നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഉള്ള അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോൾ ചിക്കനിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്, എന്നാലും അരപ്പൊന്നുകൂടെ കഴുകി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം വേഗം ചിക്കനിൽ വെള്ളം കൂടെ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ചിക്കൻ കറി എന്തായാലും നോക്കാം. ഇത് നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വറുത്തരച്ച നാടൻ ചിക്കൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ സിമ്പിളല്ല തയ്യാറാക്കാൻ, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.